നന്ദിനി വിളിച്ചതും ഹർഷൻ എന്താണെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. നീ എന്തായാലും പോവുകയല്ലേ? പോകുമ്പോൾ അഭിമോളെയും കൂട്ടിക്കോ. നീ ഇല്ലാതെ തനിച്ചു നിൽക്കേണ്ടല്ലോ മോള്. അമ്മേ, അത് വേണ്ട. അമ്മയ്ക്ക് പിന്നെ ആരാ? ഞാൻ പോയി വന്നോളാം. നന്ദിനി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറഞ്ഞതും ഹർഷനൊന്ന് പതറിപ്പോയി. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിന്റെ ഭാര്യയെയും കൂട്ടി പോയാൽ മതി ഇവിടുന്ന്. ഉറച്ച വാക്കോടെയായിരുന്നു നന്ദിനി പറഞ്ഞത്. അമ്മേ, ഇവളെയും കൂട്ടി എങ്ങനെയാ ഞാൻ? അമ്മയെ എതിർത്ത് പറയാനും കഴിയുന്നില്ല. അഭിയെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യവുമില്ല ഹർഷന്. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കുഴങ്ങി. അമ്മേ, അച്ചുവേട്ടൻ പോയി വരട്ടെ, ഞാൻ പോകുന്നില്ല. ഹർഷന്റെ മുഖഭാവം കാണുമ്പോൾ അഭിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദിനിയമ്മ പറഞ്ഞത് തീരെ പിടിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ആ സമസ്യ ഒഴിവാക്കാനായി അഭി പറയുകയായിരുന്നു. ഒന്നും പറയണ്ട, നീയും പോയി റെഡിയാകാൻ നോക്ക്. ഇവന്റെ കൂടെ നീയും പോകണം പാലക്കാട്ടേക്ക്. നീ ഇവന്റെ ഭാര്യയല്ലേ, അപ്പോൾ നീയും ഇവന്റെ കൂടെ ഉണ്ടാകേണ്ടേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതോ നിൽക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മറ്റൊന്നും രണ്ടാളും പറയണ്ട, പോയി റെഡിയായി വേഗം പോകാൻ നോക്ക്. ഉറച്ച വാക്കുകളോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോയി. അനു ആണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് കർഷന്റെ മുഖഭാവം കാണുമ്പോൾ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ. പോകാതിരിക്കാനും പറ്റില്ല, പോകുമ്പോൾ അഭിയെ കൊണ്ടുപോകുകയും ചെയ്യണം. അല്പസമയം എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പതറി നിന്നു. അമ്മയെ അനുസരിക്കാതിരുന്നാൽ വേണ്ട, ഒരു ടെൻഷൻ പോലും അമ്മയ്ക്ക് നൽകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവന് തോന്നി. അമ്മ പറയുന്നത് അനുസരിക്കണം എന്ന് തോന്നിയതും അഭിയെ കൂടെ കൂട്ടാമെന്ന് അവൻ തീരുമാനിച്ചു. ഡി, ചെന്ന് എന്താണെന്ന് വെച്ചാൽ എടുത്തു വെക്ക്. എന്തു ചെയ്യണമെന്നറിയാതെ പുറത്ത് വിളിച്ചോണ്ടിരിക്കുന്ന അനുവിനെ നോക്കി നിൽക്കുന്ന അഭിയോട് ഹർഷൻ ഉറക്കെ പറഞ്ഞ് അകത്തേക്ക് ഒറ്റപ്പോക്കായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അഭി ആകെ കുഴഞ്ഞു. എടുത്തു വെക്കാൻ പറഞ്ഞതിനർത്ഥം കൂടെ കൂട്ടുമെന്നാണ്. പക്ഷേ കൂടെ കൂട്ടുന്നതിനുള്ള ദേഷ്യം അവിടെ പോയി തന്നോട് തീർക്കുമോ? ഒരേ നിമിഷം ഭയവും അതിലുപരി കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സന്തോഷവും അവൾക്ക് തോന്നി. പോയി വേണ്ടതൊക്കെ എടുത്തു വെച്ച് പോകാൻ നോക്ക്. അങ്ങനെയെങ്കിലും നിനക്ക് ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ആലോചനയോടെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് അനു വന്നു പറഞ്ഞു. ഞാൻ? എന്നെ വഴക്കു പറയുമോ? നിസ്സംഗതയോടെ അഭി അനുവിനെ നോക്കി. അത് ചോദിക്കാനുണ്ടോ? എന്തായാലും കൊള്ളും. സാരമില്ല, ദാ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ വിട്ടാൽ മതി. ആംഗ്യത്തോടെ പറയുന്ന അനുവിനെ കാണുമ്പോൾ അഭി ചിരിച്ചുപോയി. വിളിക്കൊന്നും വേണ്ട, വേഗം പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ മൂപ്പർക്ക് ദേഷ്യമിളകും. അനു പറഞ്ഞതും പിന്നെ ഒരു നിമിഷം അഭി അവിടെ നിന്നില്ല. നേരെ മുകളിലേക്ക് സ്റ്റെപ്പുകൾ ഓടിക്കയറി. പാവം, ധൃതിയിൽ പോകുന്നവളെ കാണുമ്പോൾ അനുവിന് സങ്കടം തോന്നി. ഏട്ടനെ അഭി ഒരുപാട് ഭയക്കുന്നുണ്ട് എന്ന് ഇത്രയും ദിവസത്തെ അവളുടെ നിൽപ്പും ഭാവവും കാണുമ്പോൾ അനുവിന് മനസ്സിലായിരുന്നു. ചിലപ്പോൾ ഏട്ടന്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവം പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ എല്ലാം അനുസരിക്കാൻ വിധിക്കപ്പെട്ടവളുടെ മനോഭാവമാവാം. ഒരു വേള അഭി എന്ന പെണ്ണിനെ ഓർക്കുമ്പോൾ അനുവിന് മനസ്സിൽ വല്ലാത്ത നീറ്റൽ തോന്നി. അതേസമയം അനുവിന്റെ മനസ്സിലേക്ക് അർജുൻ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. പാവമ്മ, അമ്മയ്ക്ക് വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത്. അവളായി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്ന കാശ് തിരിച്ചു കൊടുക്കേണ്ടി വന്നാലോ എന്ന ഭയത്തോടെയാണ് അവൾ ഓരോ ദിനവും കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് കൂടിയാണ് അച്ചു ചെയ്യുന്ന ദ്രോഹങ്ങളും പഴികളും കേട്ട് അവൾ സഹിച്ചു നിൽക്കുന്നത്. ഇനിയും കുറച്ചു മാസങ്ങൾ, അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം പുതിയൊരു അഭിയെ. ഹർഷൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ അനുവിന് തോന്നുന്നുണ്ട്. തന്റെ ആഗ്രഹങ്ങളും മനസ്സുമെല്ലാം അടക്കി പിടിച്ചു നിൽക്കുകയാണ് അഭിയെന്ന്. ഇന്നലെ താൻ പുസ്തകങ്ങൾ കൊണ്ടുവച്ചപ്പോൾ സന്തോഷത്തോടെ അത് എടുത്തു നോക്കുന്നവളെ അനുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പഠിക്കാനുള്ള അവളുടെ ആർത്തിയാണ് അവളുടെ കണ്ണുകളിൽ ആ സമയം അനു കണ്ടത്. റൂമിലെത്തിയപ്പോൾ അഭി കണ്ടു തിരക്കിൽ എന്തൊക്കെയോ കബോർഡിൽ നിന്ന് ബാഗിലേക്ക് കൊത്തി നിറയ്ക്കുന്ന ഹർഷനെ. അവൾ പതിയെ അവനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. പിറകിൽ അഭി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ എടുത്ത് പാക്ക് ചെയ്യ്. പിന്നെ അവിടെ പോയാൽ തറവാട്ടിൽ നിന്നോണം. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ കൂട്ടുന്നത്. ഞാൻ പറയുന്നതനുസരിച്ച് ഈ ഒരാഴ്ച നീ അവിടെ എവിടെയെങ്കിലും നിന്നോണം. നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ ഹർഷൻ പറഞ്ഞതും അവൾ തലയാട്ടി അനുസരിക്കുകയായിരുന്നു. അല്ലെങ്കിലും അവളെന്തു പറയാൻ? പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. അഭി തന്റെ കുഞ്ഞു ബാഗ് എടുത്തു വെച്ച് അതിലേക്ക് അവളുടെ ഡ്രസ്സ് മടക്കി വെക്കാൻ തുടങ്ങി. അതെ, ഇന്നാവോ? വേഗം എടുത്തു വെക്കാൻ നോക്ക്. കയ്യിലെ വാച്ചിലെ സമയം നോക്കിക്കൊണ്ട് പതുക്കെ എല്ലാം മടക്കി വെക്കുന്നവളോട് ഹർഷൻ ഉറക്കെ ചോദിച്ചു. അവൾ മടക്കി വെക്കുന്നതിനിടെ ഹർഷനെ ഒന്ന് നോക്കിക്കൊണ്ട് സ്പീഡിലെല്ലാം കുത്തിനിറയ്ക്കാൻ തുടങ്ങി. എല്ലാം എടുത്തു വച്ചതിന് ശേഷം അവൾ ബാഗെടുത്ത് കയ്യിൽ പിടിച്ച് ഹർഷനെ നോക്കി. പോകാം. ഹർഷൻ പറഞ്ഞതും അവൾ താനിട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് ഒന്ന് നോക്കി.
വൃത്തികേടല്ലെങ്കിലും വീട്ടിലിടുന്ന ഡ്രസ്സാണ്. അതൊക്കെ മതി, ഇറങ്ങാൻ നോക്ക്. ഇപ്പോൾ തന്നെ ലേറ്റായി. അഭിയോട് പറഞ്ഞുകൊണ്ട് ഹർഷൻ മുന്നിൽ നടന്നതും എന്തെങ്കിലും ആകട്ടെ എന്ന അർത്ഥത്തിൽ തന്റെ കുഞ്ഞു ബാഗ് കയ്യിൽ പിടിച്ച് അവന്റെ പിറകെ താഴേക്ക് വന്നു. താഴെ എത്തിയപ്പോൾ കണ്ടു അവരെ കാത്തെന്ന പോലെ നന്ദിനി നിൽക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ? ഹർഷൻ നന്ദിനിയുടെ അടുത്ത് വന്ന് നന്ദിനിയുടെ കൈകളിലേക്ക് പിടിച്ചു പറഞ്ഞു. പോയി വാ മക്കളെ. ഹർഷനെ തഴുകുന്നതിനോടൊപ്പം അവന്റെ പിറകിലുള്ള അഭിയുടെ കൈകളിലേക്ക് നന്ദിനി പിടിച്ചു പറഞ്ഞു. ടാക്സി ഡ്രൈവർ വന്നതുകൊണ്ട് അനു കോളേജിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് അനുവിനെ ഇറങ്ങുമ്പോൾ കാണാത്തതിലുള്ള സങ്കടം അഭിക്കുണ്ട്. നന്ദിനിയോടും യാത്ര പറഞ്ഞു അവർ നന്ദനത്തിൽ നിന്ന് ഇറങ്ങി. പുതിയൊരു ലോകത്തേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക്. എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ചാണ് അവർ പാലക്കാടുള്ള തറവാട്ട് വീട്ടിലേക്ക് പോന്നത്. ടൗണിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് തറവാട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശം. കരിമ്പനകളുടെയും നെൽക്കതിരുകളുടെയും നാട്. ചുറ്റും മനോഹാരിത. ഭംഗി കൂട്ടാൻ എന്ന പോലെ വലിയ പാറകൾ. ഒരു വേള അഭിയുടെ കണ്ണുകൾ പുറത്തെ ദൃശ്യങ്ങളിലേക്ക് പതിഞ്ഞു. കുഞ്ഞു തോടുകൾ തുള്ളിച്ചാടി പോകുന്ന മനോഹരമായ ഗ്രാമം. ഇപ്പോൾ കാർ സഞ്ചരിക്കുന്നത് വിളവെടുക്കാറായ നെൽക്കതിരിന്റെ നടുകെയുള്ള കുഞ്ഞു റോഡിലൂടെയാണ്. അഭിക്ക് ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നു. പുറത്തെ കാഴ്ചകളുടെ മനോഹാരിത അവളുടെ കണ്ണുകളിൽ കാണാം. എപ്പോഴൊക്കെയോ ഓരോ കാഴ്ചകളും അവൾക്ക് പുഞ്ചിരിയും നൽകുന്നു. കുറച്ചുകൂടി കാർ മുന്നോട്ടു പോയതും തിങ്ങി നിറഞ്ഞ മരക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ അവൾ കണ്ടു തലയെടുപ്പോടെ നിൽക്കുന്ന വലിയൊരു 4 കെട്ട് തറവാട്. കാർ നേരെ ചെന്ന് നിന്നത് മരങ്ങൾക്കിടയിലുള്ള ഒരു ഇരുമ്പ് ഗേറ്റിന്റെ അടുത്താണ്. കാർ നിന്നതും എന്താണെന്ന അർത്ഥത്തിൽ അവൾ അടുത്തിരിക്കുന്ന ഹർഷനെ നോക്കി. എന്നാൽ അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്യാം, ഡ്രൈവറോട് പറഞ്ഞുകൊണ്ട് ഹർഷൻ കാറിൽ നിന്ന് ഇറങ്ങി. നേരെ പോയി അവൻ ആ ഇരുമ്പ് ഗേറ്റ് തള്ളി തുറന്നു. വലിയ ശബ്ദത്തോടെ ഇരുമ്പ് ഗേറ്റിന്റെ 2 പാളികളും എതിർദിശയിലേക്ക് പോയി. ഗേറ്റ് തുറന്നതും വീണ്ടും കാറിലേക്ക് കയറി ഹർഷൻ. 4 കെട്ട് തറവാടിന്റെ മുറ്റത്തേക്ക് കാർ വന്ന് നിന്നതും അഭിയുടെ കണ്ണുകളിൽ ആദ്യം പെട്ടത് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന പേരാണ്, വാകശ്ശേരി. ആ തറവാടിനെന്ന പോലെ ആ പേരിലുമുണ്ട് ആ ചന്തം എന്നവൾക്ക് തോന്നി. ഓരോ കൽത്തൂണലുകളും ആ തറവാടിന്റെ ആഠ്യത്വം കാണിക്കുന്നുണ്ട്. ഇറങ്ങുന്നില്ലേ? പേരിലേക്ക് ഇപ്പോഴും കണ്ണുകൾ നട്ടിരിക്കുന്നവളോട് ഹർഷൻ ഉറക്കെ ചോദിച്ചതും അവൾ പെടുന്നനെ നോട്ടം മാറ്റി അവനെ നോക്കി. ഇറങ്ങാൻ നോക്ക്. ഹർഷൻ വീണ്ടും പറഞ്ഞതും അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഡ്രൈവർ ഡിക്കിയിൽ നിന്നും 2 പേരുടെയും ബാഗ് എടുത്ത് പുറത്തേക്ക് വെച്ചിരുന്നു. ഹർഷൻ ഡ്രൈവർക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതിനിടെ അഭി 4 ഭാഗവും നോക്കി. എങ്ങു നോക്കിയാലും മനോഹരമായ ദൃശ്യങ്ങൾ അവളുടെ കണ്ണുകളിൽ ചെന്നെത്തി. മനോഹരമായ ദൃശ്യങ്ങൾക്ക് പുറമെ കിളികളുടെ കൊഞ്ചലുകളും നല്ല തണുത്ത കാറ്റുമെല്ലാം പ്രത്യേക അനുഭൂതി അവൾക്ക് നൽകി. ആ, നിങ്ങളെത്തിയോ? കാറിന്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു കേശവൻ ഓടി വരുന്നുണ്ട്. അടുത്തേക്ക് അദ്ദേഹം എത്താനായതും ഹർഷൻ കേശവനെ നോക്കി പുഞ്ചിരിച്ചു. സാർ, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഡ്രൈവർ പറഞ്ഞതും ഹർഷൻ പോകാൻ പറഞ്ഞു. മാധവൻ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു, നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുട്ടികളെ ഏർപ്പാടാക്കി മുകളിലത്തെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്ന് രാവിലെയാ ഇവിടേക്ക് വന്നത്. ചെറുകിതപ്പോടെ പറയുന്ന കേശവനെ അഭിയും ഹർഷനും ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു. അല്ല, ഇതേതാ കുട്ടി? ആ സമയമാണ് കേശവൻ അഭിയെ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ്. ഒന്ന് തപ്പിയെങ്കിലും ഹർഷന് അങ്ങനെ പറയാനാണ് തോന്നിയത്. അല്ലെങ്കിലും ഒരു ബന്ധവുമില്ലല്ലോ, വെറുതെ എന്തിനാ ഭാര്യ എന്ന സ്ഥാനം ഇവിടെ കൊടുക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു. ആ, എനിക്കും തോന്നി മോൻ്റെ ഫ്രണ്ട് ആയിരിക്കുമെന്ന്. കേശവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ലൈറ്റ് യെല്ലോ കളറുള്ള ഒരു ചുരിദാറാണ് വേഷം. കണ്ണിൽ അല്പം കൺമഷിയും നെറ്റിയിൽ കുഞ്ഞു പൊട്ടും. അതുമാത്രമേ അലങ്കാരമുള്ളൂ എങ്കിലും അഭിയുടെ മുഖത്ത് കാണുന്ന പ്രസന്നത അദ്ദേഹത്തിന് ബോധിച്ചു. നന്ദനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം താലിയും സിന്ദൂരവും എടുത്തു കളയാൻ ഹർഷൻ പറഞ്ഞതുകൊണ്ട് അഭി അതൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിലും നന്ദനത്തിൽ മാത്രമല്ലേ അഭിനയം വേണ്ടൂ, അതും നന്ദിനിയുടെ മുന്നിൽ മാത്രം. വാ മക്കളെ, ഇവിടെ നിൽക്കാതെ, അദ്ദേഹം തറവാട്ടിനകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞതും ഹർഷനും അഭിയും അവരുടെ ബാഗുമെടുത്ത് കേശവന്റെ പിറകിലായി നടന്നു. വലിയൊരു താക്കോൽ കൂട്ടം തൻ്റെ അരയ്ക്ക് നിന്ന് എടുത്ത് കേശവൻ വാതിൽ തുറന്നു. ജോലിക്കാരികൾ ഇപ്പോഴെത്തും. മുകളിലുള്ള 2 റൂമുകളാണ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. അർജുമോൻ്റെ റൂമുമുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ചന്തുവിനെ വിളിച്ചാൽ മതി. ചന്തു? ചന്തു എന്ന് പറഞ്ഞതും ഹർഷന് സംശയമായി. അത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ആ, മോനറിയില്ല. ബാംഗ്ലൂരിലുള്ള എൻ്റെ പെങ്ങളും മകനും ഇവിടെ വന്ന് നിൽപ്പുണ്ട്.
അച്ഛൻ മരിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നതാണ്. അവനിപ്പോൾ ഇവിടുത്തെ CI ആണ്. എന്താവശ്യമുണ്ടെങ്കിലും അവനെ വിളിച്ചാലും മതി. ഞാൻ നമ്പർ മോൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരാം. പറയുന്നതിനോടൊപ്പം കേശവൻ തൻ്റെ കയ്യിലുള്ള ഫോണിൽ നിന്ന് ഹർഷന്റെ നമ്പർ തിരഞ്ഞെടുത്തു അതിലേക്ക് ചന്തുവിൻ്റെ നമ്പർ സെൻഡ് ചെയ്തു കൊടുത്തു. പിന്നെ അർജുൻ മോൻ്റെ കാർ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ടോളും. അപ്പോഴേക്കും നിങ്ങൾ ഫ്രഷാകൂ. ഞാനിവിടെ ഭക്ഷണം എത്തിക്കാം. ആ, ഞാൻ വിളിക്കാം കേശവേട്ടാ. ഹർഷൻ പറഞ്ഞതും പിന്നെ അദ്ദേഹം അവിടെ നിന്നില്ല. നേരെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടുത്തെ കാര്യസ്ഥനെ പോലെയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ ആ മതിലിൻ്റെ അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ പോയി പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ തമ്മിലുള്ള ഡീലിനെ കുറിച്ചൊന്നും ആരും അറിയണ്ട. മനസ്സിലായോ പറയുന്നതെല്ലാം? കേശവൻ പോയി കഴിഞ്ഞതും വീട് നോക്കിക്കാണുന്നവളോട് ഹർഷൻ പറഞ്ഞു. അവൻ പറഞ്ഞതിന് അവൾ ഒന്ന് മൂളിക്കൊടുത്തു. വാ. ഹർഷൻ മുന്നോട്ട് നടന്നുകൊണ്ട് അവളെ വിളിച്ചതും അവളും തൻ്റെ കുഞ്ഞു ബാഗെടുത്ത് അവൻ്റെ പിറകെ നടന്നു. ചെറിയൊരു കോവണിപ്പടി കയറിയതും തറവാട് വീടിൻ്റെ മുകൾ വശത്തേക്ക് എത്തി. താഴത്തെക്കാളും മനോഹരം മുകളിലാണെന്ന് അബിക്ക് തോന്നി. കൊത്തുപണി കൊണ്ട് അലങ്കാരമാക്കിയിരിക്കുന്ന ചുമരുകളും പാളികളും. ഓരോ പാളിയിലും വ്യത്യസ്തമായ വർണ്ണങ്ങൾ. ദൈവങ്ങളുടെ കഥ പറയുന്ന ചായക്കൂട്ടുകൾ. ഒരു വേള അവളുടെ കണ്ണുകൾ ഓരോ ദൃശ്യത്തിലും വന്നു പതിഞ്ഞു. നോക്കി നിൽക്കാതെങ്ങു വാടി. ഹർഷൻ ഉറക്കെ വിളിച്ചതും അവൾ നോട്ടം മാറ്റി അവൻ്റെ പിറകെ നടന്നു. ദിവസങ്ങളെടുത്താലും കണ്ടുതീരാത്ത അത്ഭുതമാണ് ഈ തറവാട്ടിലുള്ളത് എന്ന് അവൾക്ക് തോന്നി. ദാ, നീ ആ റൂം എടുത്തോ. ബാൽക്കണിയുടെ അടുത്തുള്ള ഒരു റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർഷൻ പറഞ്ഞതും അവൾ ആ റൂമിലേക്ക് നോട്ടം. നിനക്കും എനിക്കും സെപ്പറേറ്റ് റൂം. ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ചൂണ്ടിക്കാണിച്ച റൂമിലെ തൊട്ടപ്പുറമുള്ള റൂമിലേക്ക് ഹർഷൻ തൻ്റെ ബാഗുമായി കയറി. അവൾ ഒരു നിമിഷം അവിടെ നിന്നതിന് ശേഷം അവളും തൻ്റെ കുഞ്ഞു ബാഗെടുത്ത് അവൻ ചൂണ്ടിക്കാണിച്ച റൂമിലേക്ക് വന്നു. വന്നപ്പോൾ തൊട്ട് ഒരത്ഭുത ലോകമായിട്ടാണ് വാകശ്ശേരി തറവാട് അവൾക്ക് തോന്നിയത്. റൂം മൊത്തം ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിലുള്ള ബാഗ് ഒരു ഭാഗത്തേക്ക് വെച്ചു അകത്ത് നിന്ന് അവൾ വാതിൽ പൂട്ടി. 2 പാളികളുള്ള മരത്തിൻ്റെ വാതിൽ വലിയ ശബ്ദത്തോടെയാണ് അടഞ്ഞത്. വാതിൽ പൂട്ടിയതിനു ശേഷം അവൾ നേരെ വന്നത് റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ജനലിൻ്റെ ഭാഗത്തേക്കാണ്. അതിൽ നിന്ന് 2 പാളികളുള്ള ജനൽ അവൾ തുറന്നിട്ടു. ജനൽ തുറന്നതും തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. ആ ജനലിലൂടെ അവൾ കാണുന്നുണ്ട് ആ ഗ്രാമത്തിൻ്റെ മനോഹാരിതയും തറവാടിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും. കണ്ണിൽ കുളിർമയേകുന്ന കാഴ്ചകൾ. എന്നാൽ അതേസമയം തന്നെയാണ് അവളുടെ കണ്ണുകൾ തറവാടിൻ്റെ മറുവശത്തായി ഒരു വീടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. പഴഞ്ചൻ രീതിയിലല്ല, മോഡേൺ രീതിയിലാണ് ആ വീട് ഇരിപ്പുള്ളത്. വീട് മോഡേൺ ആണെങ്കിലും ട്രഡീഷണൽ ലുക്കും കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവളുടെ കണ്ണുകൾ ആ വീട്ടിലേക്ക് തന്നെ ചെന്നെത്തി. ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നതും ആരോടോ സംസാരിക്കുന്നതുമൊക്കെ കാണുന്നുണ്ട്. സ്ത്രീയെ കാണുന്നതല്ലാതെ മറ്റാരെയും അവൾ അവിടെ കാണുന്നുമില്ല. പെട്ടെന്നാണ് അവളുടെ കണ്ണുകളിൽ അവൻ്റെ രൂപം ചെന്നെത്തിയത്. ചെടികൾക്കിടയിൽ നിന്ന് ഒരു കൈലി മാത്രം ഉടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നവൻ. എന്തോ അവൾക്ക് അവൻ്റെ മുഖം കാണുവാൻ ഒരാഗ്രഹം തോന്നി. ഇപ്പോഴും ആ സ്ത്രീയോട് എന്തൊക്കെയോ പറയുകയാണവൻ. ഒപ്പം ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും അവൻ്റെ മുഖം കാണുവാൻ അവൾ ആഗ്രഹിച്ചു. എന്തോ ഒരാകാംക്ഷ പെണ്ണിൽ ഉടലെടുത്തു. എന്നാൽ അതേസമയം തന്നെയാണ് അവളുടെ റൂം വാതിൽ മുട്ടുകേട്ടത്. ശബ്ദം കേട്ടതും ഹർഷനാണെന്ന് അവൾ ഉറപ്പിച്ചു. വേറെ ആര് വരാനാ? അവൾ ഒരിക്കൽ കൂടി ജനലിലൂടെ നോട്ടം പുറത്തേക്ക് പായിച്ചു. നേരത്തെ ആ വീടിന് മുറ്റത്ത് നിന്ന സ്ത്രീയെയും അയാളെയും ഇപ്പോൾ അവിടെ കാണാനില്ല. അവൾ ഒരിക്കൽ കൂടി എത്തി വലിഞ്ഞു നോക്കി. ഇല്ല, ആരുമില്ല. അതേസമയം തന്നെയാണ് വീണ്ടും വാതിലിൽ മുട്ടുകേട്ടതും. പിന്നെ ഒന്നും നോക്കാതെ അവൾ ജനലിൻ്റെ അടുത്ത് നിന്ന് നീങ്ങി നേരെ വാതിൽ തുറക്കാനായി വന്നു. വാതിൽ തുറന്നതും അവൾ കരുതിയതുപോലെ തന്നെ ഹർഷൻ മുന്നിലുണ്ട്. എത്ര നേരമായിടി വിളിക്കുന്നു? കുറേ നേരം വാതിൽ മുട്ടിയതിലുള്ള അമർഷമാണ് ഹർഷനും. ഞാനത് പിന്നെ ബാത്റൂം. എന്തു പറയണമെന്നറിയാതെ അവൾ ഒന്ന് കുഴഞ്ഞു. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. കനത്തിലൊന്ന് മൂളിക്കൊണ്ട് പറഞ്ഞവൻ താഴേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും അവൾ വേഗം വാതിൽ പൂട്ടി വീണ്ടും ആ ജനലിൻ്റെ അടുത്തേക്ക് വന്നു. നേരത്തെ നോക്കിയ വീട്ടിലേക്ക് നോട്ടം പായിച്ചു. ഇല്ല, ഇപ്പോഴും അവിടെ ആകെ ശൂന്യമാണ്. എന്തോ നിരാശ അവളിൽ പടർന്നു പന്തലിച്ചു. എന്തോ തനിക്ക് സ്വന്തമായത് അവിടെ ഉള്ളതുപോലെ. വീണ്ടും വീണ്ടും ആർത്തിയോടെ അവളുടെ കണ്ണുകൾ ആ വീടിനു ചുറ്റും വലം വെച്ചു. പക്ഷേ എന്തിനു വേണ്ടിയാണെന്ന് മാത്രം അവൾക്ക് അറിയുന്നില്ല. ഇനിയും ഇവിടെ തന്നെ നിന്നാൽ ഹർഷന്റെ മറ്റൊരു മുഖം കാണുമെന്ന് ഉറപ്പായവൾ അവിടെ നിന്ന് പതിയെ നീങ്ങിക്കൊണ്ട് നേരെ ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി.